കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മലപ്പുറം കാട്ടുങ്ങലിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളെ അതിവേഗം പിടികൂടാനായത് പോലീസിന്റെ അന്വേഷണ മികവ്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം മുഖ്യസൂത്രധാരനടക്കം 3 പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണമാണ് കോടികളുടെ കവർച്ചാ കേസിന് തുമ്പുണ്ടാക്കാൻ സഹായിച്ചത്. പ്രതികൾ സ്വർണവുമായി കടന്നുകളയാനുള്ള എല്ലാ പഴുതുകളും അടച്ചായിരുന്നു അന്വേഷണം. ആസൂത്രണം ചെയ്തു നടത്തിയ കവർച്ച പൂർത്തിയായ ഉടൻ പ്രതിയായ സിവേഷ് ജ്വല്ലറി ഉടമയെ വിളിച്ചു പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി KM ബിജു, മഞ്ചേരി SHO ഡോക്ടർ M നന്ദഗോപൻ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി സ്റ്റേഷനുകളിലെ പോലീസിനെ ഏകോപിപ്പിച്ച് അന്വേഷണം തുടങ്ങി. 3 സംഘവും സംഭവം നടന്ന അരമണിക്കൂറിനകം കാട്ടുങ്ങലിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. താൻ ആസൂത്രണം ചെയ്തു നടത്തിയ കവർച്ചയാണെന്ന് മറച്ചുവെച്ച സിവേഷ് സുകുമാരനൊപ്പം സ്ഥലത്ത് തന്നെയുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങൾ സിവേഷ് പോലീസിനോട് വിശദീകരിച്ചു. പിന്നീട് ഇരുവരെയും രാത്രിയോടെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. സിവേഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് ആസൂത്രിത കവർച്ചാശ്രമം പുറത്തറിഞ്ഞത്. ഇതോടെ സിവേഷിനെതിരെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി. നേരത്തെ മോഷണം, പോക്സോ, അടിപിടി ഉൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണെന്ന് വ്യക്തമായി. ഇരുമ്പുഴിയിലെ മുഹമ്മദ് മുൻഷിർ പകർത്തിയ ചിത്രങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വാഹനം തിരിച്ചറിയാതിരിക്കാൻ നമ്പർ പ്ലേറ്റിലെ അക്കങ്ങൾ വികൃതമാക്കിയിരുന്നു. റോഡിൽ സ്ഥാപിച്ച ക്യാമറകളിൽ പതിയാതിരിക്കാനായിരുന്നു ഇത്. എന്നാൽ മുൻഷിർ പകർത്തിയ ചിത്രങ്ങളിൽ നിന്ന് വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി. ഇതോടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കേസിൽ പ്രതിയായ ഷിജുവിന്റെ ബന്ധുവിന്റെ സ്കൂട്ടറാണെന്ന് വ്യക്തമായി. ഇയാളെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ വാഹനം ഷിജു കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയിച്ചു. സിവേഷിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബെൻസുവിനെയും ഷിജുവിനെയും കണ്ടെത്താനായി പോലീസിന്റെ ശ്രമം. ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മങ്കടയിൽ നിന്നും ബെൻസുവിനെയും ഞായറാഴ്ച രാവിലെ ഷിജുവിനെയും കസ്റ്റഡിയിലെടുത്തു. കവർച്ച നടത്തിയ സ്വർണം ബെൻസുവിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ജോലി ചെയ്യുന്ന മലപ്പുറം കൊട്ടപ്പടിയിലെ നിഖ്ല ബാങ്കിൾസ് എന്ന സ്ഥാപനത്തിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിക്കാൻ താനാണ് പദ്ധതിയിട്ടതെന്ന് സിവേഷ് പോലീസിനോട് പറഞ്ഞു. പ്രതികളുടെ സാമ്പത്തിക ബാധ്യതയും കവർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ V പ്രതാപ് കുമാർ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത്, പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ, പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, മലപ്പുറം SHO വിഷ്ണു, മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ SK പ്രിയൻ, മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASIമാരായ ഗിരീഷ്, അബ്ദുൾ വാഷിദ്, അനീഷ് ചാക്കോ, ഫിറോസ്, SCPO തൌഫീഖുള്ള മുബാറക് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് ലൈഫ്, മഞ്ചേരി.